ഹലോ ഗൈസ്, പിറ്റേ ദിവസം രാവിലെ ചേട്ടൻ ജോലിക്ക് പോണ സമയത്ത് പറഞ്ഞു ജോലിയൊക്കെ ഞങ്ങളുടെ വീട്ടിലെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് വൈകുന്നേരം അങ്ങോട്ട് പോകുന്നു പറഞ്ഞു കേട്ടോ. അപ്പോൾ ചേട്ടൻ കാപ്പിൽ ബീച്ചിലാണ്, ഒരു പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പോവാം മോനെ. എൻ്റെ അനിയത്തി വന്നതിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശം ഇതാണ് കേട്ടോ ഗൈസ്, ബീച്ചിൽ പോകണം എന്നൊരിതാണ്. ഞങ്ങൾ വല്ലപ്പോഴുമാണ് ബീച്ചിലൊക്കെ പോകാറുള്ളത്. അപ്പോൾ അവൾ വന്ന് കുഞ്ഞിനെ കൊണ്ട് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അവന് ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നുകൊണ്ട് അവനൊരു ചെറിയൊരു മൂഡ് ഔട്ടിൽ ഇരിക്കുകയായിരുന്നു. അതിന് ചായയൊക്കെ കണ്ടപ്പോൾ ആൾ ഓണായി കേട്ടോ. ചായയൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കുടിച്ച് ഡ്രസ്സൊക്കെ മൊത്തമാക്കി ഒരു അലമ്പ് സ്വഭാവമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാർക്കിൻ്റെ അടുക്കമുള്ള ഒരു കായലിലാണ് കായലിലോട്ട് ഇറങ്ങി കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇറക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും ആൾ വയലൻ്റായി തുടങ്ങി. എങ്കിൽ ഞങ്ങൾ വീണ്ടും കയറി വന്നപ്പോഴത്തേനും ഐസ്ക്രീം കൊടുത്തു കേട്ടോ. അവന് സത്യത്തിൽ ഉറക്കത്തിൽ നിന്ന് എണീച്ചുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു കുഞ്ഞിന്. എൻ്റെതും അവളതും എല്ലാം ഞങ്ങൾ തിന്നതിൻ്റെ ബാക്കി എല്ലാം അവൻ തിന്നു വയസ്സ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിൽ കൊണ്ട് ഇറക്കി. ഒന്ന് വെയിലൊക്കെ താഴട്ടെ എന്ന് വിചാരിച്ചിരുന്നു. അപ്പം ആൾ ഭയങ്കര വയലൻ്റായി. അങ്ങനെ ഞങ്ങൾ കൊണ്ട് ഇറക്കിയതിന് ശേഷം പിന്നെ ഒന്നും പറയണ്ട, ഭയങ്കര വയലൻ്റായിരുന്നു. ആൾക്ക് തനിയെ ഇറങ്ങി പോകണം ബീച്ചിലോട്ട്. പക്ഷെ അവ ഹാപ്പി ആയിരുന്നു. കുറേ നേരം ഞങ്ങൾ അവനെ ബീച്ചിലിറക്കി എന്ന് വെച്ചാൽ അവർ നാളെ പോവും. അപ്പം അവൻ കുറച്ചും കൂടെ ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കട്ടെ. വീട്ടിൽ വന്നതിന് ശേഷം ആൾക്കാരെ കാണാത്ത ആൾക്കാരൊക്കെ ആയതുകൊണ്ട് അവന് ഭയങ്കര മൂഡ് ഔട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറേ നേരം കാരണം ചേട്ടൻ എടുക്കാറുണ്ട്, വൈകുന്നേരം വീട്ടിൽ പോയാൽ മതി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്തു. എൻ്റെ ചേട്ടനാണ് കേട്ടോ വീഡിയോഗ്രാഫർ. ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവളും മോനും സന്തോഷമായപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഭയങ്കര മൂഡ് ഔട്ടായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ചിലവഴിച്ചു ഗൈസ്. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് നേരത്തെ കണ്ട കായലിൽ പോയി കാലും കൈയൊക്കെ കഴുകിയിട്ട് ബസ് കയറി വീട്ടിലോട്ട് പോയത് കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് മറക്കല്ലേ കേട്ടോ.